വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് സിപിഐക്ക് കുരുക്കായി മാറുന്നു. വയനാട് ആരെ മത്സരിപ്പിക്കുമെന്നതാണ് പാർട്ടിക്ക് മുന്നിലെ ചോദ്യം. ദേശീയ രാഷ്ട്രീയത്തിൽ പ്രമുഖരായ ആരെയും സ്ഥാനാർത്ഥിയാക്കിയാൽ ഉറപ്പായും അത് ഡൽഹിയിലെ ഇന്ത്യ മുന്നണി സമവാക്യങ്ങളെ ബാധിക്കും. ദുർബലരായ ആരെയെങ്കിലുമാണ് നിർത്തുന്നതെങ്കിൽ സൗഹൃദ മത്സരമെന്ന BJPയുടെ കുത്തുവാക്കുകൾക്ക് നിന്നുകൊടുക്കേണ്ടിയും വരും. ചുരുക്കത്തിൽ എന്തു ചെയ്താലും പ്രശ്നമാവുന്ന രാഷ്ട്രീയ കുരുക്കിലാണ് CPI. റായ്ബറേലി സീറ്റിൽ ജയിച്ച രാഹുൽ വയനാട് സീറ്റ് ഒഴിഞ്ഞതോടെയാണ് CPI വെട്ടിലായത്. രാഹുലിനെതിരെ ദേശീയ നേതാവ് ആനി രാജയെയാണ് CPI മത്സരിപ്പിച്ചത്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരിക്കെ ആനി രാജയെ മത്സരിപ്പിച്ചതിൽ CPIക്കെതിരെ എതിർപ്പുയർന്നിരുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിച്ചത് തന്റെ തീരുമാനമായിരുന്നില്ലെന്നും പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ ആവശ്യപ്രകാരമായിരുന്നുവെന്നും ആനി രാജ വെട്ടിത്തുറന്ന് പറഞ്ഞത് CPI കേരള ഘടകത്തിന് ക്ഷീണമായിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ മുഖത്തേറ്റ അടിയാണ് ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ ആനി നടത്തിയ ഏറ്റുപറച്ചിൽ. ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ മുന്നണി പോരാളിയായിരുന്ന ആനി രാജയെ രാഹുലിനെതിരെ നിർത്തിയത് ജയിക്കുമെന്ന വിദൂര പ്രതീക്ഷ പോലും ഇല്ലാതെയാണെന്നത് വ്യക്തമാണ്. പ്രിയങ്കയാണ് UDF സ്ഥാനാർത്ഥിയായി വയനാട്ടിൽ മത്സരിക്കാൻ പോകുന്നത്. പ്രിയങ്കയ്ക്കെതിരെ ദേശീയ നേതാക്കളെ നിയോഗിച്ചാൽ അത് ഇന്ത്യ സഖ്യത്തെ ദോഷകരമായി ബാധിക്കും. ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് രാഹുൽ ഗാന്ധി 6.47 ലക്ഷം വോട്ട് നേടിയപ്പോൾ ആനി രാജ 2.83 ലക്ഷം വോട്ടാണ് നേടിയത്. വലിയ പരാജയമാണ് രാഹുലിന് മുന്നിൽ ആനി രാജയ്ക്ക് നേരിടേണ്ടി വന്നത്. രാഹുലിനെതിരെ മത്സരിച്ച CPI കേരളത്തിന് പുറത്ത് രാഹുലിനും ഇന്ത്യ സഖ്യത്തിനും വേണ്ടി പ്രചാരണത്തിനിറങ്ങുകയും ചെയ്തു. ആനിയുടെ സ്ഥാനാർത്ഥിത്വം ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന് ദോഷം ചെയ്തുവെന്നാണ് പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം കരുതുന്നത്. പാർട്ടി പ്രതിപക്ഷ ഐക്യം പ്രസംഗിക്കുന്ന കാലത്ത് ദേശീയ നേതാവ് ആനിയെ സ്ഥാനാർത്ഥിയാക്കിയത് രാഷ്ട്രീയ യുക്തിക്ക് ചേരാത്തതായിരുന്നു എന്ന അഭിപ്രായം തിരഞ്ഞെടുപ്പ് അവലോകനം നടത്തുന്ന CPI ദേശീയ നിർവാഹക സമിതിയിലും ദേശീയ കൗൺസിലിലും ഉയർന്നു. അതുകൊണ്ട് തന്നെ വയനാട് സീറ്റ് CPIയെ പൊള്ളിക്കുകയാണ്. ഇനി കാണേണ്ടത് വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ ആരെയാണ് CPI സ്ഥാനാർത്ഥിയാക്കുക എന്നാണ്. ഇന്നറിയാൻ കണ്ണൂർ. ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ 1 ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാദമി. യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ. എയർവിൻ അക്കാദമി, കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, സുഹറ RK, ആറാട്ട് റോഡ്, കണ്ണൂർ. ഫോൺ 8138034433.